ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറേ ദിവസമായി ഞാൻ കിഴിശ്ശേരി വീട്ടിലേക്കൊക്കെ അങ്ങനെ പോയിട്ട്. അപ്പോൾ ഇന്ന് കിഴിശ്ശേരി വീട്ടിലേക്ക് പോകാമെന്ന് ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ഫുഡ് വീഡിയോ കൂടി ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യാമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിൽ ഒരു മരത്തിലൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ആ സംഭവം വെച്ചിട്ടാണ് ഇന്നത്തെ ഫുഡ് വീഡിയോ ചെയ്യാൻ പോണേ. അപ്പോൾ നമ്മൾ ചിരുളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ മരം കേട്ടോ. അപ്പോൾ നിറയെ കായകളുണ്ട്. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ ഇതിന് കടച്ചക്ക എന്നാണ് കേട്ടോ പറയുക. നിങ്ങളുടെ നാട്ടിലേക്ക് ഇനി വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ടിരുന്നേ. അപ്പോൾ എനിക്ക് 1-2 കായകൾ വേണം കേട്ടോ. അപ്പോൾ ഞാനത് പറിച്ചെടുക്കട്ടെ. നിറച്ച് കറണ്ട് കേട്ടോ, അതൊന്ന് പോയിക്കോട്ടെ. അപ്പം ഞാൻ 2 കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇത് വെച്ചിട്ട് എന്തുണ്ടാക്കാൻ പോകണമെന്നുള്ളത് നമുക്ക് കിഴിശ്ശേരി വീട്ടിൽ ചെന്നിട്ട് കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ കിഴിശ്ശേരി വീട്ടിലെത്തിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ കിഴിശ്ശേരി വീട്. അപ്പോൾ കിഴിശ്ശേരി വീട് ഞാൻ ശരിക്കും കാണിച്ചു തരാത്തത് എന്താ വെച്ചാൽ നമ്മളൊരു ഫാമിലി വ്ളോഗ് ചെയ്തതെന്നല്ലോ, അതിലുണ്ട് വീടും കാര്യങ്ങളൊക്കെ. അപ്പോൾ കടച്ചക്ക ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വേഗം തന്നെ അത് അരിഞ്ഞെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ 2 കടച്ചക്ക എടുത്തേന്നല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് 1 ചെത്തിയെടുക്കാം കേട്ടോ. ഇതിൻ്റെ പുറംഭാഗത്തെ തോലൊക്കെ ഒന്ന് കളയട്ടോ. അപ്പോൾ തോലൊക്കെ ചെത്തി കളഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഈ നടുഭാഗത്തുള്ള ഈ ഒരു കൂഞ്ഞാന്ന് പറയട്ടോ നിങ്ങൾ എന്താ പറയുക എനിക്കറിയില്ല. എന്തായാലും അത് ഞാൻ ചെത്തി കളയുന്നുണ്ട്. എന്നിട്ട് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കടച്ചക്കേനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 1 ചക്ക അരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ട്. അത് അരിഞ്ഞപ്പോൾ തന്നെ അത് അത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോക്ക്. അപ്പോൾ നമുക്ക് മറ്റേത് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം പോരാ, അതിക്ക് കുറച്ച് കാര്യങ്ങളും കൂടി ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ചെറുതായിട്ട് അരിഞ്ഞ് വെച്ച ഇഞ്ചി, പച്ചമുളക്, വലിയുള്ളി, കടലപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കറിവേപ്പില, മല്ലിച്ചപ്പ്, ഇതൊക്കെയാണ് ഇതിക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ കേട്ടോ. നമ്മളൊരു വ്യൂവർ നമ്മളൊരു വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്തിരുന്നു കടച്ചക്ക വെച്ചിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കുമെന്ന്. അപ്പോൾ കടച്ചക്ക വെച്ചിട്ട് കറി ഉണ്ടാക്കാം, ഉപ്പേരിയൊക്കെ ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ഞാനും നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിച്ചു തരാൻ പോണത് കടച്ചക്ക പൊക്കവടയാണ് കേട്ടോ. അപ്പോൾ പൊക്കവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ കടച്ചക്കേനെ ഒരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കട്ടോ. അതിൻ്റെ കൂടെ നമ്മൾ എടുത്ത് വെച്ച എല്ലാ സംഭവങ്ങളും കൂടി ചേർക്കണേ. മല്ലിച്ചപ്പും കറിവേപ്പിലയും ഇട്ട് കൊടുക്കട്ടോ. ഇത്തിരി മഞ്ഞൾപ്പൊടി, ഞാൻ കടലപ്പൊടി ആയിട്ടിടണേ. കടലപ്പൊടി ഞാൻ ആദ്യം കുറച്ച് ചേർത്ത് കൊടുക്കണേ. എന്നിട്ട് പിന്നെ ആവശ്യത്തിന് നമുക്ക് ഇങ്ങനെ കുഴക്കുന്നതിനനുസരിച്ച് ചേർക്കാം. ഇനി 2.5 സ്പൂൺ ചിക്കൻ മസാലയും കൂടി ഇടണേ. നല്ലൊരു ടേസ്റ്റും ഒരു മണമൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടട്ടോ. ഇനി ഇതെല്ലാം കൂടി കൂടിയിട്ട് നല്ല രീതിക്കൊന്ന് മിക്സ് ചെയ്യട്ടോ. അപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ അത് കുറച്ച് ലൂസായിട്ടുള്ള ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമ്മൾ കുഴച്ചെടുത്തത്. കണ്ടോ, ഇങ്ങനെ ചാടുന്ന രീതിക്ക്. അപ്പോൾ ഞാൻ 200 ഗ്രാം കടലപ്പൊടിയാണ് ഇതിൽ ചേർത്തത്. ഇപ്പോൾ പൊക്കവട ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മളെ പാത്രം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നല്ല രീതിക്കൊന്ന് കത്തിയിട്ടുണ്ട്. ഇനി ചൂടാകുമ്പോൾ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെളിച്ചെണ്ണ നല്ല രീതിക്ക് ചൂടായിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇനി ഇത് കുറച്ചിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം. ഇത് നല്ല രീതിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക. പിന്നെ പൊക്കവട ഉണ്ടാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിപ്പോൾ എല്ലാവർക്കും അറിയുണ്ടാവുമല്ലോ അല്ലേ. ആ രീതിക്ക് ഇങ്ങനെ വേവിച്ചെടുക്കുക കേട്ടോ. നമ്മളെ പൊക്കവട വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിത് വാങ്ങിയാലോ. നമുക്ക് കുറച്ച് കൈ കൊണ്ട് ഇടാം കേട്ടോ. നല്ല മണം. അപ്പോൾ ഞാൻ കിഴിശ്ശേരി വീട്ടിലാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിൻ്റേതായിട്ടുള്ള കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏട്ടന്മാർ 2 അപ്പുറത്ത് വാഴ ഉണ്ടായിരുന്നു, അത് പോയി കൊല കെട്ടിക്കൊണ്ടുവരുന്നുണ്ട്. ചെറുനാട്ടാ ആദ്യം ഒറ്റയ്ക്ക് തിന്നല്ലേ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന സാധനം എനിക്ക് തരൂല കേട്ടോ.
വെറൈറ്റി പഴം നല്ല പഴുത്ത് വാഴയിൽ തന്നെ നിന്ന് പഴുത്ത നോക്കട്ടെ ഇതെന്ത് പഴം ആ ഏകദേശമായി തുടങ്ങി ഇതെന്ത് പഴം ഞാലിപ്പൂവൻ നല്ല രസമല്ലേ നമ്മളെ വീട്ടിലുണ്ടാകുമ്പോൾ പിന്നെ അതിൻ്റെതായിട്ടൊരു രസം ഉണ്ടാവല്ലോ അല്ലേ ഞാൻ വീഡിയോ നോക്കണം ഇത് നിന്നോ എന്താ വീഡിയോ നിൽക്കണേന്നില്ലേ വ്യൂവേഴ്സിന് എന്തായാലും എന്നെ അറിയുണ്ടാവുമല്ലോ ഇപ്പം എന്താ സംഭവം എനിക്ക് മനസ്സിലായിട്ടുണ്ടോ അല്ല നോടെയൊന്നും പറയട്ടെ കണ്ടിട്ട് ഞാൻ കുറച്ചൊക്കെ കൊണ്ടുവരുന്നേ ഉള്ളിവട നിങ്ങളെ നാട്ടിലെ കിശ്ശേരി വീട്ടിക്കൊക്കെ ഇങ്ങനെ ഉള്ളിവട ഉണ്ടാക്കല് ഉള്ളിയോണ്ടാണ് പക്ഷെ ഈ കണ്ടില്ലായിരുന്നു കേട്ടോ വെറുതെ ദമ്മിടണ്ട കടച്ചൊക്കെ ഞാൻ കൊണ്ടുവന്ന് എനിക്ക് കണ്ടില്ല ഇതില് സോറി ഗേസ് ഓൻ കടയിൽ പോയതായിരുന്നു ഞാൻ വിചാരിച്ചു കണ്ടിട്ടുണ്ടാവുന്നത് കടച്ചൊക്കെയാണ് ഇത് സംഭവം അപ്പോൾ ഗൈസ് ഏകദേശം ഇത് റെഡി ആയിട്ടുണ്ട് ഏകദേശം അല്ല എൻ്റെ അടുത്ത് സംസാരിച്ച് നിന്നപ്പോൾ ഇത് നല്ല രീതിക്ക് റെഡി ആയിട്ടുണ്ട് കാരണം നോക്കി ഇതിന്റെ കളർ തന്നെ മാറി പക്ഷെ അത് കറുമുറൊന്നും ഉണ്ടാവും കുറച്ച് അത് പ്രശ്നമല്ല സംഭവം അടിപൊളിയാണ് നേക്കാണ് വേറെ ലെവല് സാധനമാണ് എന്നാണ് ഇത് കാണുമ്പോൾ തോന്നുന്നത് ഇനി കഴിക്കുമ്പോൾ എങ്ങനെ ഉണ്ടാവുന്നത് നമ്മൾ കഴിച്ചിട്ട് പറഞ്ഞിരുന്നായിരിക്കും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയാണ് ഞാൻ അത് ഉണ്ടാക്കിയിട്ടുണ്ട് വീട്ടില് അപ്പൊ കിശ്ശേരി വീട്ടിലേക്ക് വരുമ്പോ ഇവിടെ ആരും കഴിച്ചില്ലല്ലോ വരിക്കച്ചക്ക ഇവിടെ നിന്ന് കിട്ടിയെന്നിട്ട് വരിക്കച്ചക്ക അല്ല പിന്നെന്താ സാധനം എന്താ കടച്ചക്കയാണ് കടച്ചക്ക അപ്പൊ സമയം കളയണ്ട മക്കടുത്ത് ഉണ്ടാക്കാം എനിക്ക് വേറൊരു പ്രശ്നം ഉണ്ടായി എന്തുണ്ടായി നിങ്ങൾ പെട്ടെന്ന് തന്നെ വീഡിയോക്ക് വിളിച്ചോണ്ടേ മുടിയൊന്നും റെഡി ആയില്ല മുടിയൊക്കെ ഈ നല്ല ഗ്ലാമറാണ് അല്ലെങ്കിൽ തന്നെ പിന്നെന്താ ഫോട്ടോ കണ്ടാൽ തന്നെ അറിയാലോ മമ്മൂട്ടിൻ്റെ ഉണ്ടെന്ന് ഇനി കമന്റ് ബോക്സിൽ കമന്റ് ഇങ്ങനെ വീഴട്ടോ അപ്പോൾ ഈ പൊക്കവടി ഞാനും ഏകദേശം ഭയങ്കര സൗന്ദര്യം ഒരേ ലെവലായി വരും അയ്യോ ഇതല്ല പൊക്കവട അടിപൊളി കണ്ടിട്ട് അതെ അത് ഞാനല്ല പറയണ്ടേ കാണുന്നവരാണ് പറയണ്ടേ അപ്പൊ ആദ്യത്തെ അത്രയ്ക്ക് ഇങ്ങോട്ട് മൂത്തില്ലല്ലോ അല്ലേ ഈ ലെവലാകുമ്പോൾ നമുക്ക് വരാം നേരത്തെ ഇതായിട്ടൊന്നുമില്ല കുറച്ച് ചെറുതായിട്ടൊന്നേ വേവ് കൂടിയ പോലെ തോന്നുന്നുണ്ട് നേരത്തെ ട്രിപ്പ് കേട്ടോ ഇതൊക്കെയാണ് ചെറിയേട്ടൻ എവിടേക്കാണ് ആ വാഴക്കലം പിടിച്ചെങ്ങനെ പോയെന്ന് അവിടെ കൊണ്ടുപോയി കാലിയാക്കിണ്ടാവും ഞാനിപ്പോ വരാം എങ്ങനെയാണ് നടക്കിയെന്ന് പറഞ്ഞാ ചെറിയേട്ടപ്പോ വരും അപ്പോഴേക്കും നമുക്ക് ഈ ട്രിപ്പും കൂടി ഉണ്ടാക്കി അങ്ങനല്ല ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുവയ്ക്ക് ഞാനാണ്ട് വരാം ഈ അങ്ങനെ ചെറിയ അങ്ങോട്ട് പറഞ്ഞു പക്ഷെ ഞാൻ ചെല്ലുമ്പോഴേക്കും ഫുള്ള് മെല്ലട്ടോ മണം നല്ല അടിപൊളി മണല്ലേ നല്ല സൂപ്പർ മണം വരുന്നുണ്ട് ഇപ്പൊ തന്നെ കഴിച്ചു വെക്കാനുള്ള ഇത് വരുന്നുണ്ട് പക്ഷെ എന്താ വെച്ചാൽ ഫുള്ള് ഉണ്ടാക്കിയിട്ട് കഴിക്കാം അതന്നെ നല്ലത് അതാണ് അതിന്റെ ശരിയല്ലേ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ നിർത്തില്ല ഞാനൊന്ന് കഴിക്കും പിന്നെ ഇജി ഒന്ന് കഴിക്കും പിന്നെ ബോബനും മോളിയിലും മറ്റേ ഇവര് ബോബനും മോളിയും ഒരു കൊല പഴം ഒരു രൂപയ്ക്ക് അങ്ങോട്ട് ഇങ്ങോട്ട് കഴിച്ചു തീർത്ത പോലെയാവും ചെറുനേട്ടാ വാങ്ങല്ലേ ആരപ്പോ വരുന്നേ ചെറിയേട്ട വരുന്നുണ്ടല്ലോ ചെറിയേട്ട വാഴക്കൊല കൊണ്ടുപോയി തിന്നാവോ അത് തിന്നു തീർത്തോ ഞാൻ അത് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞങ്ങളെ ഇതിന്റെ കൂടെ ഇങ്ങനെ പഴം കൂട്ടി തിന്നുമ്പോ ഒരു വെറൈറ്റി ആവല്ലോ അത് ഉണ്ടാവില്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും പഴം കൂട്ടാൻ പറ്റില്ല ഇതിന്റെ കൂടെ ചായ കട്ടൻ ചായ ഇങ്ങോട്ട് നിക്കി കണ്ടിട്ട് എന്താ തോന്നുന്നു ചെറിയേട്ടാ എന്താ സാധനം മനസ്സിലായില്ലോ അല്ലേ അത് എന്താ ഇതിൽ ചേർത്തതും കൂടി എനിക്ക് അറിയാലോ നിങ്ങൾ കണ്ടല്ലോ നേരത്തെ എല്ലാരും കണ്ടിട്ടുണ്ട് ഇവിടെ പക്ഷെ ആരും കഴിച്ചിട്ടില്ല അല്ലേ പിന്നെ നമ്മൾ മൂന്നാളും കൂടിയാണ് ഉണ്ടാക്കണേ അതെ എൻ്റെ ഒരു ഭാഗ്യം നോക്കി നിങ്ങളെല്ലാവരും ഒറ്റയ്ക്ക് കിടന്ന് എല്ലാ ഫുഡ് വീഡിയോകളും ഞാൻ കാവനൂരിന്ന് ചെയ്യും കീഴ്ശേരിയിലെത്താൻ ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ ഇവിടുന്ന് ചെയ്താൽ ഞങ്ങൾ എപ്പോഴും ഉണ്ടാവുമല്ലോ ഞങ്ങൾ ഇവിടെ റെഡി ആയി നിൽക്കുക അതെ കീഴ്ശേരിയിലെത്താൻ ഞാനെപ്പോഴും ഇവരുടെ എല്ലാവരും ഓമന പെങ്ങളായി മാറും നിങ്ങൾ പറഞ്ഞല്ലോ അല്ലേ അവർക്ക് എന്തായാലും മനസ്സിലായില്ല അയ്യോ അതെല്ലാരും അങ്ങനെ തന്നെ ആയിരിക്കും അവനാന്റെ വീട്ടിൽ വന്നാലേ അതെ എന്നാലും ഇതുപോലത്തെ ഒരു ആങ്ങളമാരെ കിട്ടാൻ ഞാൻ എന്തോ മുജ്ജന്മ ഭാഗ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഇന്ന് ഓഫീസില്ലേന്ന് ഏട്ടാ ഇന്ന് ലീവാല്ലേ നാളെ പോണം ഏട്ടൻ KCB-ലാട്ടോ വർക്ക് ചെയ്യണേ അത് ഞാനിന്നാള് ഞങ്ങളെ ഫാമിലി വ്ളോഗ് ചെയ്തപ്പോൾ ഇവരൊക്കെ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലാത്തവരും കാണാത്തവരും ബിരിയാണി ഉണ്ടാക്കിയിരുന്നു പിന്നെ ഞങ്ങൾ രണ്ടാളും നേരത്തെയും കൂടി ഞങ്ങൾ മൂന്നാളും കൂടി ഒരു ബിരിയാണി ഉണ്ടാക്കി അതെ
ആ വീഡിയോകളൊക്കെ നിങ്ങൾ കാണാത്തവരൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ ഒന്ന് ഇടയ്ക്കൊന്ന് പോയി കണ്ടോ. എല്ലാവരും ഒന്ന് കണ്ട് സഹകരിച്ചെടുക്കുക. എന്താണ് നിങ്ങളല്ലേ നമ്മളെ ബലം. അതെ, വ്യൂവേഴ്സാണ് നമ്മുടെ ശക്തി. എല്ലാ വീഡിയോ ഇടയ്ക്ക് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് പോയി കണ്ടാൽ പ്രോത്സാഹിപ്പിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. മെയിനായിട്ട് ലൈക്ക് ചെയ്യണം. ഷെയർ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ കമൻറ്റും ചെയ്തോണ്ടു അല്ലേ. അപ്പോൾ ഇതും റെഡി ആയി. അപ്പോൾ ഇത് ചാൻസിന് ചെറിയ എണ്ണ കൊടുക്കുകയാണ് നമ്മൾ കോരാളെ. എന്തെങ്കിലും ചെയ്തോട്ടെ, പാവല്ലേ വന്ന കൈ ഉള്ളിയോ. അത് ഞാൻ എടുത്തപ്പോഴേ കുറച്ച് ഊരി പോന്നിരുന്നു. ഇങ്ങനെ തിരിച്ച് അതിന് കൊടുക്കാൻ പറ്റുള്ളൂ അല്ലേ, അത് നമ്മൾ ഇടാൻ പറ്റുമല്ലോ. അപ്പം നമ്മളെ കടച്ചക്ക പക്കവട ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും കൂടി ടേസ്റ്റ് ചെയ്യാം അല്ലേ. അപ്പോൾ പ്രത്യേകിച്ച് പറഞ്ഞ് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ളത് എൻ്റെ ചെറിയമ്മേനെ കേട്ടോ, അമ്മേൻ്റെ അനിയത്തിയാണ്. പിന്നെ അല്ലുട്ടൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഒരു വീഡിയോയിൽ, പക്ഷേ ടേസ്റ്റ് ചെയ്യാനൊന്നും കിട്ടിയിട്ടില്ല അല്ലുട്ടനെ. അപ്പോൾ ഇവർ രണ്ടാളാണ് ഇന്ന് പ്രത്യേകിച്ച് പറയാനുള്ളത്. ബാക്കി പിന്നെ അപ്പൂനെ നിങ്ങൾക്ക് അറിയാം, ഏട്ടന്മാർ രണ്ടാളും നമ്മളെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ചെറിയമ്മ നമുക്ക് ടേസ്റ്റ് ചെയ്യല്ലേ. എന്നാൽ എല്ലാവരും എടുത്തോളി, കഴിച്ചു നോക്കി. അതിൻ്റെ ഇടയിൽ നമ്മളെ ചീരുട്ടിയും കൂടി വന്നിട്ടുണ്ട്. ഇന്ന് കുഞ്ഞേ കഴിച്ചോ? എങ്ങനെയുണ്ട്? നല്ല ടേസ്റ്റ് ഉണ്ടോ? അല്ലിട്ട എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അച്ഛ കടയിൽ നിന്ന് കൊണ്ടുവരലുണ്ട് അങ്ങനത്തെ? ഒന്നുമില്ലല്ലേ, അങ്ങനെ കൊണ്ടുവരുമോ? അതല്ലോ ആ ടേസ്റ്റ് വരുന്നുണ്ടോ ചോദിച്ചാൽ ഞാൻ പൊക്കവടേൻ്റെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് വരുന്നുണ്ടോ കടയിൽ നിന്ന് കഴിക്കണേ? അങ്ങനെ വരില്ലേ? ഞാൻ വിചാരിച്ചു എന്താ ഈ അല്ലിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിനെക്കാട്ടി രസം എന്നാണ് പറഞ്ഞത്. അതെ, ഞാൻ ഞെട്ടിപ്പോയി സത്യത്തില്. അപ്പൊ ചെറുപ്പക്ക് ഇഷ്ടായില്ലേ? അപ്പൊ ഇനി എന്താ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടോ? എന്താ സംഗതി സാധനം എന്താന്നുള്ളത് മനസ്സിലായില്ല. അതെ, കടച്ചക്കയാണ് ഇത്. ഇങ്ങനെ നിങ്ങള് കഴിച്ചിട്ടില്ലല്ലോ പൊക്കവട ഒന്നും? കടച്ചക്കേന്റെ കഴിച്ചില്ലല്ലേ? സംഭവം അടിപൊളിയുണ്ട്. ഉള്ളിയോടനെക്കാട്ടി ടേസ്റ്റ് ഉണ്ടെന്ന്. രണ്ട് ചെക്കന്മാരും നല്ല അഭിപ്രായം ഉണ്ട് പറഞ്ഞത്. അപ്പം നിങ്ങളെ വീട്ടിലൊക്കെ കടച്ചക്ക ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തോണ്ടു. അടിപൊളിയായിട്ട് എല്ലാവർക്കും ഇഷ്ടാവും. ചെറിയേട്ടാ നിങ്ങളെന്താ കഴിച്ചില്ലേ? നല്ല ടേസ്റ്റ് ഉണ്ട്. പരുവങ്ങൾ ഇതിൽ ചേർത്ത സംഭവങ്ങളൊക്കെ എല്ലാം പാകത്തിനായിട്ടുണ്ടല്ലോ. കറക്റ്റാണ്, വേറെ ലെവല് സാധനം. കുറച്ചൊരു ഇങ്ങനെ കറുമുറും പറയുന്നുണ്ടല്ലേ. നമ്മൾ കൂടിയിട്ടാണല്ലോ ഇത് ഉണ്ടാക്കി, അതിന്റെ ഒരു ഇത് കാണിക്കുന്നുണ്ടാവും. ആയിക്കോട്ടെ, ഞാൻ സമ്മതിച്ചു. നിങ്ങൾ പറയണൊക്കെ ഞാൻ സമ്മതിച്ചു. അപ്പൊ ഈ ഒരു കടച്ചക്ക പൊക്കവട ഞങ്ങൾക്ക് ഇഷ്ടമായ പോലെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് അല്ലേ? ഉണ്ടാവുമല്ലോ അല്ലേ? അതെ, അപ്പം അങ്ങനെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൂട്ടുകാരിലേക്കൊക്കെ എത്തിച്ചെടുക്കണം കേട്ടോ. ഈ ഒരു വിഭവം എല്ലാവരും ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ടേസ്റ്റ് വരെ എല്ലാവരും ഒന്ന് അറിഞ്ഞോട്ടെ. അതുപോലെ നമ്മളെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുളി മീഡിയ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടാലാണ് നമ്മളിരുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം. അപ്പോൾ നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ബൈ. ടാറ്റ. ടാറ്റ എടുക്കി ചേരമ്മേ.